തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും ആലപ്പുഴ കൈയൊഴുകിയായിരുന്നു. അതായത് അവർക്ക് പരാജയപ്പെട്ട ഏക ജില്ല എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിക്കാം. ഇക്കുറി ആലപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാകാൻ കുപ്പായമിട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ ജില്ല കൂടിയാണ് ആലപ്പുഴ. രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും. അതിൽ കഴിഞ്ഞ 2 തവണയും ഹരിപ്പാട് നിന്ന് രമേശ് ചെന്നിത്തല മാത്രമാണ് UDFന്റെ ജയിച്ചു വരുന്നത് ആലപ്പുഴയിൽ നിന്ന്. 2001 ഏതാണ്ട് 8ഓളം സീറ്റുകൾ ആലപ്പുഴയിൽ നിന്ന് UDFന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ 99 സീറ്റ് നേടിയ കാലത്ത്. ഇക്കുറി ഈ വലിയ വിജയപ്രതീക്ഷ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ 99 100+ ഒക്കെ നേടണമെങ്കിൽ ആലപ്പുഴ ഒരു നിർണായക ശക്തി തന്നെയാണ്. എത്ര സീറ്റ് അവിടെ ലഭിക്കും എന്നുള്ളത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഹരിപ്പാട് മാത്രമായിരിക്കും ഇക്കുറിയും കനിയുക. ആലപ്പുഴ ഒരു ദൗർഭാഗ്യമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കന്മാരവിടെ ഉണ്ടായിട്ട് പോലും ആലപ്പുഴ ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസിന് നാണക്കേടുമാണ്, മറിച്ച് അടുത്ത വർഷത്തിൻ്റെ ഒരു വിശേഷണം കൂടിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പഴയ നരേറ്റീവ്സ്, പൊളിറ്റിക്കൽ നരേറ്റീവ്സ് എല്ലാം നമുക്ക് മാറ്റാം. എല്ലാ നരേറ്റീവ്സും മാറ്റാം. പ്രത്യയശാസ്ത്രം, തത്വശാസ്ത്രം, വികസനം, ഇങ്ങനെയുള്ള എല്ലാം മാറ്റി പിണറായി വിരുദ്ധത എന്നുള്ള ഒറ്റ അജണ്ടയിലേക്ക് കേന്ദ്രീകരിച്ചു. പിണറായിയുടെ ചെയ്തികളും പ്രവൃത്തികളുമാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിണറായി 4 വിമാനം പണിതെന്നോ അല്ലെങ്കിൽ റോഡ് പണിതെന്നോ പറയുന്നതിനേക്കാൾ വികസനമൊന്നുമല്ല. അതൊക്കെ അതിന് മനുഷ്യൻ്റെ പെരുമാറ്റം പ്രധാനം. നല്ല വലിയ സദ്യ വിളിക്കുക, ബിരിയാണി, 5 സ്റ്റാർ ഡിന്നറൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ചെല്ലുന്ന അതിഥികളോട് ചെളിവാരി എറിഞ്ഞാലോ, അല്ലെ മോശമായിട്ട് പെരുമാറിയാലോ, നമ്മൾ എന്തെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞാലും പെരുമാറ്റം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അത് മനുഷ്യനെ സ്വാധീനിക്കും. ആരെല്ലാം പറഞ്ഞാലും ആ പെരുമാറ്റമാണ് ഇന്ന് പിണറായി വിജയനെ ഈ പതനത്തിലെത്തിച്ചിരിക്കുന്നത്. ഇങ്ങനെ പെരുമാറുന്ന ഒരു വിജയനായിരുന്നില്ല മുമ്പുണ്ടായിരുന്നത്. പാർട്ടി സഖാക്കളുടെ കൂടെ ഉണ്ണാനും ഉറങ്ങാനും തല്ലാനും വഴക്കുണ്ടാക്കാനും എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങിയിരുന്ന വിജയൻ വളരെ പെട്ടെന്ന് ഒരു കോക്കസിൻ്റെ കയ്യിലേക്ക് അകപ്പെട്ടു പോയത്. ഇപ്പോൾ 2001 അമ്പലപ്പുഴ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടി, സുഗതൻ നേടി. അതേപോലെ അരൂര് നേടി, ആലപ്പുഴ നേടി, കുട്ടനാട് നേടി, ഹരിപ്പാട് നേടി, മാവേലിക്കര, ചെങ്ങന്നൂർ, ഇവിടെയൊക്കെ നേടാൻ സാധിച്ചു. അപ്പം ഈ ഒരു നേട്ടം ഇക്കുറി അതായത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ജി സുധാകരനിലേക്കും രമേശ് ചെന്നിത്തലയിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടി പോയാൽ അരൂര് ഷാനിമോൾ ഉസ്മാനിലേക്ക് വരെ എത്തി നിൽക്കുമോ? 3 സീറ്റ് മാത്രമേ നേടാൻ സാധിക്കുള്ളൂ, അതോ 2 ഒതുങ്ങുമോ, അല്ലെങ്കിൽ 3-ൽ കൂടുതൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയം നേടാൻ പറ്റും? അല്ലല്ല, ഇത്തവണ UDFന് രമേശ് ചെന്നിത്തല കൂടാതെ ആലപ്പുഴയിൽ നിന്ന് തന്നെ കൊള്ളാവുന്ന കുറേ സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. അതെ, ഒന്ന് ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാളെ വേണം മുഖ്യമന്ത്രി വരെയാകാൻ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടാൽ ഒരു വനിതാ മുഖ്യമന്ത്രി ആകാനുള്ള ചാൻസ് ഉള്ള ആളാണ് ഷാനിമോൾ. വാഗ്ദാനം പാലിക്കപ്പെട്ടാൽ ഈ തെരഞ്ഞെടുപ്പിലാണോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണോ എന്നറിയില്ല, എന്നാൽ പോലും വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ പോലും മിനിമം ഒരു കേന്ദ്രമന്ത്രിയായിരിക്കും. പിന്നെ കോൺഗ്രസ്സിൽ നമ്മൾ ഓരോരുത്തരെ മെറിറ്റ് ചെയ്യണം. ഇപ്പോൾ CPMൻ്റെ കൂടെ ജി സുധാകരനുള്ള സത്യസന്ധനായ അഴിമതി കാണിക്കാത്ത ഇല്ല എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ കൂടെ ഏറ്റവും മിടുക്കനായ ചെറുപ്പക്കാരൻ ആലപ്പുഴയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ലിജു കായംകുളത്ത് മത്സരിക്കുന്നു. ലിജുവിൻ്റെ പേഴ്സണാലിറ്റി അവിടെ പ്രധാനപ്പെട്ട ഘടകമാണ്. ലിജുവിനെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള പല കാരണങ്ങളാലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തോറ്റുപോയത്. ലിജുവിന് ഒന്ന് ഇടിച്ചു കയറി ഞാൻ നേതാവാന്ന് പറഞ്ഞ് ചെല്ലുന്ന പരിപാടി. ലിജു ഇത്തവണ വലിയ സ്ട്രാറ്റജിക് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, കരയുന്നുണ്ട്. 3 തവണ എന്നെ വിജയിപ്പിക്കാതിരുന്നു, ഇത്തവണയെങ്കിലും സഹതാപ തരംഗം സൃഷ്ടിക്കാനായിട്ട് ലിജു ശ്രമിച്ചു. അതിന് തൊട്ട് പിറ്റേ ദിവസമാണ് പ്രതിമ വന്നിട്ട് ഈ ലീഗ് നേതാവിന്റെ ലീഗ് നേതാവിന്റെ പരാമർശത്തിൽ കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അപ്പം ഈ കായംകുളം ആർക്കൊപ്പം നിൽക്കും? അങ്ങനെയാണെങ്കിൽ 5 സീറ്റോളം ലഭിക്കാമെന്ന്. അല്ല, കായംകുളത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. താങ്കൾ പറയാത്തതാണോ ഒന്ന് ആലോചിക്കുക. കായംകുളം BJP 2ാമത് വന്ന സീറ്റാണ്. ആലപ്പുഴ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP 2ാമത് വന്ന സീറ്റാണ് കായംകുളം. കോൺഗ്രസ് അവിടെ 1ാമത് വേണുഗോപാൽ, KC വേണുഗോപാൽ വന്നു. ഇടതുപക്ഷം 3ാമത് പോയ സീറ്റാണ്. അവിടെ വേണേൽ ഏത് സമയത്തും തിരിച്ചു പിടിക്കാം. അത് കോൺഗ്രസിന് കായംകുളം തിരിച്ചു പിടിക്കാൻ പറ്റും. പണ്ടുണ്ട് കോൺഗ്രസ് കായംകുളത്ത് ജയിച്ചിട്ടുണ്ട്. തുണ്ടത്തിൽ കുഞ്ഞുകൃഷ്ണപിള്ള തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കായംകുളത്തുണ്ടായിരുന്നു. CBC CPM-കാരനായിരുന്നു. അങ്ങനെ കാലങ്ങളായി ഇടതുപക്ഷത്തിൽ മാറി മാറി നിന്നാണ്. പിന്നെ കായംകുളത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ഞെട്ടും.
മാർത്താണ്ഡവർമ്മയോട് പോരടിച്ച് നിന്ന ഏക നാട്ടുരാജ്യങ്ങൾ, പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കായംകുളം. ആ പോരാട്ട വീര്യം കായംകുളംകാർക്കുണ്ട്. അമ്പലപ്പുഴയുടെ കാര്യം പറഞ്ഞ പോലെ, പുന്നപ്ര വയലാറിൻ്റെ കാര്യം പറഞ്ഞാൽ കായംകുളംകാർക്ക് ആ പോരാട്ട വീര്യമുണ്ട്. ആ പോരാട്ട വീര്യം ഇവിടെ പുറത്തെടുത്താൽ പിണറായി വിജയൻ്റെ ആ ദുഷ്ടകൾക്കെതിരായി, ധാർഷ്ട്യത്തിനെതിരായുള്ള പോരാട്ട വീര്യമായിട്ട് അത് മാറാമെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റും, കായംകുളം എം.എസ്. ലിജി ജയിക്കും. ലിജി ജയിക്കുന്നു മാത്രമല്ല, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള നിയോജകമണ്ഡലങ്ങളിൽ പോലും കുട്ടനാടെന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കുട്ടനാട് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്നു എന്നുള്ള ഒറ്റ കുഴപ്പമുള്ളല്ലേ. എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു തരംഗത്തിൽ UDF തരംഗമാണ് നിലവിലുള്ളത്, പിണറായി വിരുദ്ധ UDF തരംഗം. അപ്പോൾ അതിൽ ആലപ്പുഴയിൽ നിന്ന് ലഭിക്കാവുന്ന സീറ്റുകൾ നേരത്തെ ഒരു ഹരിപ്പാട് മാത്രമല്ല, ഹരിപ്പാട്, ലിജുവിന്റെ കായംകുളം, അരൂര് തീർച്ചയായിട്ടും ഷാനിമോൾ ഉസ്മാൻ, അവിടെ ഒരു പരാജയ സാധ്യതയൊന്നും ഒരു രീതിയിലും മണക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഏതാണ് പറഞ്ഞത്, ആലപ്പുഴ ടൗൺ A.D. തോമസ് പറഞ്ഞ ആൾ. അതായത് A.D. തോമസിനെ നമ്മൾ മറക്കില്ല. ആ ചിത്രം എപ്പോഴും ഉണ്ട്. ആലപ്പുഴയുടെ പിണറായി വിജയൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ, പര്യടനം നടത്തുമ്പം കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ 3 പേരേ ഉള്ളൂ. അവരെ പിണറായി വിജയൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ് ഇറങ്ങിച്ചെന്ന് തലപൊട്ടിച്ച് ആശുപത്രി കിടക്കുക. നമ്മൾ മറക്കില്ല. ആ പയ്യനാണ് ഇന്ന് അവിടെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആലപ്പുഴ ഇത്തവണ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് G. സുധാകരൻ തന്നെയാണ്. G. സുധാകരൻ കൊടുത്തിരിക്കുന്ന അടി എന്ന് പറയുന്നത് അമ്പലപ്പുഴ മാത്രമല്ല, അതിൻ്റെ സൈദ്ധാന്തികമായ മുഴുവൻ അടിത്തറയും CPM-ൻ്റെ അടിത്തറ ഇതുവരെ കെട്ടിപ്പൊക്കിയ അടിത്തറയാണ് G. സുധാകരൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. P.K. ശശിയെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയല്ല, M.V. രാഘവനെക്കുറിച്ച് അത്രയും പറയാൻ പറ്റിയല്ല, തന്ത്രപരമായൊരു നില. പക്ഷെ മറിച്ച് G. സുധാകരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ പറഞ്ഞാണ്, ആ സുധാകരൻ്റെ സാന്നിധ്യം ഒരു പ്രഭ എന്നൊക്കെ പറയില്ല, നമ്മൾ അതിന് പറയുന്നൊരു വാക്കുണ്ടല്ലോ, തലക്കുറ്റും ദൈവങ്ങളുടെയൊക്കെ തലക്കുറ്റ്. ആ ഒരു പ്രഭ, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രഭ തലയ്ക്ക് ചുറ്റുമുള്ള ആളാണ് ആര്, G. സുധാകരൻ. നമ്മൾ പടത്തിൽ മാത്രമേ കണ്ടുള്ളൂ. ഓറ എന്ന് പറയുന്ന സാധനം അതുള്ള ആളാണ്, കമ്മ്യൂണിസ്റ്റ് ഓറയുള്ള ആളാണ് G. സുധാകരൻ. ആ സുധാകരനെയാണ് എടുത്തിട്ട് ചവിട്ടാനായിട്ട് ആരൊക്കെ കൂടെ നോക്കി, സലാമും സജി ചെറിയാനും പിണറായിയും കൂടെ നോക്കി. അന്തസ്സുള്ള ആലപ്പുഴക്കാരൻ. കയർ തൊഴിലാളികളുടെ പുന്നപ്ര വയലാർ സമരഭൂമിയായിട്ടുള്ള ആലപ്പുഴ, ആ ആലപ്പുഴയിൽ നിന്നായിരിക്കുമോ CPM-ൻ്റെ അടിത്തറ ഇളകി തുടങ്ങുന്നത്? ഒരു സംശയമില്ലാതില്ല. കാരണം ആലപ്പുഴ സുധാകരൻ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് സംഘടന, CPM-ൻ്റെ ഇന്നത്തെ സംഘടനാ രീതി, സംഘടനാ ചട്ടക്കൂട്, നേതൃത്വ ശൈലി, ഇതിനെല്ലാം വെല്ലുവിളിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആകണം എന്ന് സുധാകരൻ അവരെ പഠിപ്പിക്കുകയാണ്. ഇത്രയും നാളും അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിച്ചു. ദയനീയമായി പരാജയപ്പെട്ട് സ്കൂൾ മാസ്റ്ററായിട്ട് അവിടുന്ന് പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നിട്ട് ജനങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞല്ലേ പയ്യന്നൂർ, എന്നാ നേതാക്കളെ തിരുത്തലായിരിക്കണം നിങ്ങളുടെ ജോലി, തിരുത്താൻ പറ്റിയില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം. കുഞ്ഞികൃഷ്ണൻ അവിടെ അതാ ചെയ്യുന്നത്. അതേ മാർഗം തന്നെ ആരും പിന്തുടരുന്നത്, സുധാകരനും പിന്തുടരുന്നത്. പിന്നെ അമ്പലപ്പുഴ കൂടെ ജയിക്കാവുന്നതാണ്. ചിലപ്പോൾ 5-ൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റുന്ന സീറ്റ് എത്ര ഉണ്ടെന്ന് ആലോചിച്ചു. തിരിച്ചുവിടാതൊക്കെ ആലോചിക്കണം. കുട്ടനാടൊക്കെ ജയിക്കും ജയിച്ചെങ്കിൽ. കുട്ടനാട് ജോസഫ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മാത്രം ഇല്ല, കുട്ടനാടൊക്കെ പോകും. പക്ഷെ പറയാം, ഇപ്പോഴത്തെ ട്രെൻഡിൽ പിണറായി വിജയനെ കണ്ടുകൊണ്ടാണ് ജനം വോട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയാമല്ലോ, ചിലപ്പോൾ കാരണന്മാർ പറയും, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ദുർലക്ഷണം കണ്ടാൽ മോനെ കയറിപ്പോരാ, ഇന്ന് പോകണ്ട എന്ന് പറയും. അതുപോലെ പിണറായി വിജയൻ്റെ മുഖം കാണുമ്പോൾ വോട്ട് ഇടതുപക്ഷത്തിന് കൈപ്പത്തിക്ക് അല്ല, അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിന് കുത്താൻ ചെല്ലുന്ന കൈ വിറയ്ക്കും, വിറച്ചിട്ട് കൈപ്പത്തിക്ക് കുത്തും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്.